ചേട്ടാ പറയൂ ചേട്ടാ, ഇപ്പോഴത്തെ നിലവിലുള്ള ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഇപ്പോൾ സ്റ്റാർട്ടിങ് ചോദിക്കും 2021 എങ്ങനെയുണ്ടെന്നാ. 24 എങ്ങനെയുണ്ട്? 2024 എനിക്ക് നല്ലൊരു വർഷമാണ്. നല്ലൊരു വർഷം. എല്ലാവരും പറയാമോ എന്താണ് എല്ലാ വർഷത്തും പോലെ ഈ വർഷവും ഇങ്ങനെ തന്നെ എന്നൊക്കെ അല്ലേ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് നല്ലൊരു വർഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് 1-ാം തീയതി മുതൽ എനിക്ക് ഇന്ന് വരെ ഞാൻ ഫുൾ ടൈം വർക്കിലാണ്. ഫുൾ ഡേയിൽ വർക്കിലാണ്. എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ടെൻഷനും ഒക്കെ ഒഴിവാക്കി നമ്മൾ ഈ വർക്കിലോട്ട് എൻഗേജ് ആയതുകൊണ്ട് ടെൻഷനും ഫ്രീ ഒന്നുമില്ല. ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് വളരെ കൂളായിട്ട് ഇപ്പോൾ ഓടി നടന്നിപ്പം കന്യാദാനത്തിൻ്റെ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ ഇന്നലെ വരെ ട്രിവാൻഡ്രത്തായിരുന്നു, മണിമുത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഓടി ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നേരെ ഓടി അങ്ങോട്ടേക്ക് പോകും. ബിസി ഷെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ, നമ്മൾ ഒരു വർഷം മുമ്പ് സംസാരിച്ചപ്പോഴേ ചേട്ടന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. വിഷമം എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ കുറെ നഷ്ടപ്പെടുന്നുണ്ട്, പല കാരണത്താൽ നഷ്ടപ്പെടുന്നുണ്ട് ചേട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു സമയത്തുണ്ടായ ഫ്രസ്ട്രേഷൻസ് എന്തൊക്കെയായിരുന്നു ചേട്ടാ? ഇത് നീ എൻ്റെ അടുത്ത് ആദ്യം ഇപ്പൊ നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ ക്യാമറക്ക് മുമ്പിലല്ലാണ്ട് സംസാരിക്കുമ്പോൾ നീ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സെയിം സാധനം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നീ പറഞ്ഞ എന്താണ്, പിന്നെ ഞാൻ എല്ലാവരെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ പാരകളുണ്ട്. മേ ബി ഇതൊക്കെ കൊണ്ട് എന്താ പറയാ, നമ്മൾ ഒരാൾ അത് ഈ ഫീൽഡിൽ കുറച്ച് കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് പിന്നെ പുതുതായിട്ട് തുടങ്ങിയിട്ട് അതിനെപ്പറ്റി ഒരാളെടുത്ത് പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ വർക്ക് പിന്നെ ടെലികാസ്റ്റ് ആയിട്ടേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിപ്പോൾ വീട്ടിൽ അമ്മയോട് പോലും ഞാനൊരു വർക്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ടെലികാസ്റ്റ് ആകുമ്പോൾ. ചേട്ടൻ പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. ഒരു ആർട്ടിസ്റ്റ്, ഞാൻ പുള്ളിയുടെ പേര് പറയുന്നില്ല, പുള്ളി അഭിനയിച്ചൊരു സിനിമ 9 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാവരും വിളിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയപ്പോഴത്തേണ്ട് ആ 9 ദിവസം ഷൂട്ടും ഇല്ല. തമിഴ് സിനിമയാണ്, വമ്പൻ സിനിമയാണ്, ഇളയ ദളപതി വിജയുടെ സിനിമയാണ്, നമ്മുടെ മലയാളം സീരിയൽ ഒരു ആക്ടറാണ്. ആ പുള്ളിക്ക് ഭയങ്കര വിഷമമായി പോയി. കട്ടൗട്ട് വരെ വെച്ച് പുള്ളി വീട്ടിലെ എല്ലാവരെയും കൊണ്ട് സിനിമയാണ് തിയേറ്ററിൽ പോയിരുന്നപ്പോൾ 9 ദിവസം ഇല്ല, ആ അദ്ദേഹം ഇല്ല അതിനകത്ത്. അപ്പോൾ ഒരവസ്ഥ ചേട്ടൻ ആലോചിച്ച് നോക്കി. അയ്യോ തീർച്ചയായും. അല്ല, ഇതേപോലെ തന്നെ പണ്ട് ഞാൻ ഇതേപോലെ ഒരു ക്യാരക്ടർ ഓക്കെ ആയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ വേറെ ആൾ നിൽക്കുന്ന അവിടെ പറഞ്ഞ വേറെ ആളായി കേട്ടോ. പകുതി വഴിക്ക് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോയി. ഷൂട്ടിന് പോയപ്പോൾ വിളിച്ച് രാവിലെ പോകുമ്പോൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു പോകാവോ, വേറെ ആളായിട്ടുണ്ട്. അത് ഡയറക്ടറുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് എത്ര വർഷം ചേട്ടാ? അത് മുമ്പ് കുറെ ആയി. ഇപ്പം പക്ഷെ ഇപ്പം അങ്ങനെ പാരാന്ന് പറയാൻ അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സ്, ഇപ്പം കന്യാദാനത്തിലെ ഈ ക്യാരക്ടർ അത് നീ തന്നെ ചെയ്താലേ ശരിയാവും എന്ന് പറഞ്ഞിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു 5-6 മാസത്തോളം 5-6 ഷെഡ്യൂളോളം എനിക്ക് വർക്കൊന്നുമില്ല. ഒരു ദിവസത്തെ വർക്കിനൊക്കെ എന്നുവെച്ചാൽ ഇത് കഥയിലോട്ട് കയറാൻ വേണ്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് സ്പീഡായി തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടർ നമ്മൾ ട്രാക്ക് വന്നപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ബലാത്സംഗവും പീഡനവും വില്ലത്തരവും ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കണമെങ്കിൽ അത് ജസ്റ്റ് വിളിച്ചോ എന്ന് പറയാം. അതെന്താ അറിയില്ല നമുക്ക്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാന് ദിവസവും 4 എണ്ണത്തിന് വെച്ച് ബലാത്സംഗം ചെയ്ത് നടക്കുന്നത്. ഞാൻ പീഡിപ്പിക്കാറില്ല, ഒരു സമ്മതിക്കാറുണ്ട്. ഇത് വരും കേട്ടോ. ഇതല്ല, എന്താണോ ഇതൊക്കെ പറയുന്നത് തമാശയാണെന്ന് തീർച്ചയായും മനസ്സിലാവും ചേട്ടാ. അതുപോലെ ചേട്ടാ ഇപ്പൊ ചില കഥാപാത്രങ്ങൾ ഒരു സീരിയൽ ഞാൻ കണ്ടു, മന്ദബുദ്ധി പോലത്തെ ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു സീരിയൽ ഞാൻ കണ്ടു, പ്രമോദിന്റെ കൂടെ കോമ്പിനേഷൻ ഉള്ള. അത് കഴിഞ്ഞു. പക്ഷെ അത് കണ്ട ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ചേട്ടാ. എനിക്ക് ആ ക്യാരക്ടർ പറ്റിയാണെന്നാണ് പറയുന്നത്. മൊബൈലത്തെ റീച്ചാനാ അങ്ങനല്ല പറഞ്ഞത്. നിങ്ങളിൽ നിന്നും അങ്ങനെ ക്യാരക്ടർ നമ്മൾ പ്രതീക്ഷയില്ല. കാര്യം വില്ലൻ കഥാപാത്രം ചെയ്യുന്നു, നായകൻ ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്ക് ചില കിളിപോയ കഥാപാത്രം ചെയ്യുമ്പോൾ അല്ല അത് പ്രതീക്ഷിക്കത്തില്ലല്ലോ ചേട്ടാ. അത് പ്രതീക്ഷിക്കും. അതെങ്ങനെ ആ ഒരു കഥാപാത്രം ചിലത് അങ്ങനെ എത്തിപ്പെടുന്ന ക്യാരക്ടർ ഇങ്ങനെ മാറ്റങ്ങൾ വന്ന് ഇവർക്ക് നമ്മളെ കന്യാദാനത്തിൽ ശരിക്കും ഇതേപോലെ തന്നെയാവും. സൈക്കോ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിങ്ങനെ മാറി വരും, അതിന്റെ ഓരോ ഡയമെൻഷൻസ് മാറി വരും. അപ്പോൾ പെർഫോം ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. ചിലതൊക്കെ നമുക്ക് ഒറ്റ ലൈനിൽ അങ്ങ് പോകും, ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരേ ക്യാരക്ടറിന്റെ ആ ഒരു എന്താ പറയാ, ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഒറ്റ ഇതായിട്ട് പോകുന്നതാണ്. അത് അപ്പം ഇതാവുമ്പോൾ ഇങ്ങനെ വേരിയേഷൻസ് വരും, ക്യാരക്ടേഴ്സിന് വേരിയേഷൻ. അപ്പൊ നമുക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും അതിനുള്ള ക്യാരക്ടേഴ്സ്. അതെ, അങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റും കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചെയ്തെന്നുള്ളൊരു വരുന്നല്ലേ. പിന്നെ തീർച്ചയായും ചേട്ടാ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ സീരിയൽസിൽ വരുമ്പോഴും ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ട്രോള് വരും. പക്ഷെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്റ്റാർ മാജിക്കിൽ പോയി കഴിയുമ്പോൾ അതില് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ, അത് എനിക്ക് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാണിക്കുമ്പോൾ നമ്മളുടെ കഥാപാത്രങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുന്ന സീരിയലിൽ വിളിക്കാതാവുന്നു പറഞ്ഞു. പക്ഷെ ചേട്ടൻ ബാക്ക് ടു സ്റ്റാർ മാജിക്ക് പോയി. ബാക്ക് ടു സ്റ്റാർ മാജിക്ക് പോയി എന്ന് വെച്ചാൽ ഒരു 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ സ്റ്റാർ മാജിക്കിലേക്ക് എത്തുന്നത്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ അത് ഒരു 3 സെക്ഷനാണ്.
ഇത് പറയുന്നത് സ്റ്റാർ മാജിക് വന്നത്. അപ്പോൾ ആദ്യം വന്ന ഇൻട്രൊഡക്ഷനും ഈ തമാശ പറയാൻ വേണ്ടി അല്ലെ കൗണ്ടർ അടിക്കാൻ വേണ്ടി ബിനു അടിമാലി അങ്ങനെ തമാശക്കാർ സുമേഷ് ഇപ്പം എല്ലാവരും ഇവരൊക്കെ നമ്മളെ ബിനു അടിമാലി ആയാലും ബാക്കിയുള്ള സുമേഷ് ആയാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ കൊമേഡിയൻസ് അല്ലെങ്കിൽ കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നത് അതൊരു സെക്ഷൻ ഫസ്റ്റത്തെ ഇൻട്രോ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസോ അങ്ങനത്തെ പരിപാടി അതിന് കളർഫുൾ ആവാൻ വേണ്ടിയാണ് പെൺകുട്ടികൾ. അത് കഴിഞ്ഞിട്ടുള്ള ഗെയിമിന്റെ സെക്ഷൻ. അത് ഗെയിമിന്റെ സെക്ഷൻ മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, നവീനും ഞാനുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗെയിമിന്റെ സെക്ഷൻ വരുമ്പോൾ ഞാൻ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗെയിം അങ്ങനെ ഗെയിം കളിക്കും അവിടെ. അപ്പം അതിനു വേണ്ടിയാണ് നമ്മളെ അധ്വാനമുള്ള പരിപാടിയൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പം നമ്മളവിടെ ഇവർക്ക് പറയുന്നത് പോലെ ഇപ്പം ലേപ്പൽ വെച്ചിട്ടുണ്ടാവും അവർക്ക്, നമുക്ക് മൈക്കാണ്. അപ്പം ഇന്നിയർ പിന്നെ ലേപ്പലും വെച്ചിട്ടുണ്ടാവും. അപ്പം ഈ ബിനുചേട്ടനും ബാക്കിയുള്ളവരൊക്കെ അടിക്കുന്ന പോലെ കൗണ്ടർ നമുക്ക് അടിക്കാൻ പറ്റില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വന്നിട്ട് നമ്മൾ മൈക്ക് എടുത്ത് വെക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കൗണ്ടർ പറഞ്ഞാൽ കൊളാവും, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ അതിനെ അവിടെയാണ് ഞാൻ കണ്ടില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു തമാശ പറഞ്ഞ് ചമ്മിയാലും അതും കൗണ്ടർ ആക്കിയിട്ട് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എന്ത് പറഞ്ഞാലും കൗണ്ടർ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ അതിൽ വരുമ്പം ഇവർക്ക് എന്ത് പറയാം. അപ്പം പെട്ടെന്ന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ പറയുമ്പോൾ മണ്ടൻ കിഴങ്ങൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പം അത് നമുക്ക് ചെയ്യുന്ന നമ്മൾ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മെയിനായിട്ട് വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഞാനും നവി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അപ്പം അങ്ങനെ പറയുമ്പോൾ കാണുന്നവർക്ക് പക്ഷെ അത് അതിന്റെ സെൻസിൽ എടുക്കൂ. എന്ന് വെച്ചാൽ ഈ സ്റ്റാർ മാജിക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കുറെ. ഞാൻ ഇതൊന്നും കാണാറില്ല, ചാളി കോമഡി. ആ സ്റ്റാർ മാജിക്കിന്റെ ഒരു പാറ്റേൺ അതാണ്. ആ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്ന, അല്ലാണ്ട് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ട് അത് അത്രയും ഒരു യൂട്യൂബ് വീഡിയോ തന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സും അല്ലെങ്കിൽ അതിന് ഉണ്ടാവുന്ന വ്യൂവേഴ്സും ഇത് വേറൊരു ഷോക്ക് കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് രാത്രിക്ക് നമ്മൾ ഉറങ്ങാൻ നേരത്ത് മനസമാധാനത്തോടു കൂടി കുറച്ച് തമാശയൊക്കെ കേട്ട് ചളി കൗണ്ടറൊക്കെ തന്നെ സമ്മതിച്ചു റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ചിരിക്കുക. നമ്മൾ ചിരിച്ചോണ്ട് കിടന്നുറങ്ങാൻ ആൾക്കാർ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഇവരുടെ സ്കിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്നുവെച്ചാൽ ഇവരുടെ കൂടെ നമ്മൾ ഫുൾ പ്ലസന്റ് ആണ്. ഈ ഒരു ദിവസം 2 or 3 എപ്പിസോഡ് എടുക്കുന്നെങ്കിൽ നമ്മളവിടെ ഫുൾ ടൈം ഫ്ലോറിൽ നിൽക്കുവാണ്. രാത്രി വരെ നമ്മളെടുത്ത് ഈ ഗെയിമും ചെയ്ത് ഇവരുടെ കൗണ്ടർ കേട്ട് ഭയങ്കര രസമാണ് ആ ഫ്ലോർ. അതിന് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാം. അതേപോലെ ആ സ്റ്റാർ മാജിക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അല്ലാണ്ട് അങ്ങനെ സ്റ്റാർ മാജിക്കിനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടാ. അതുപോലെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അതിനകത്ത് ഈ ചാട്ടയുടെ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും. അതിനകത്ത് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് പെയിൻ ഒന്നുമല്ല, തെർമോക്കോളിൽ ചെയ്യും, തെർമോക്കോളാണ് ഒടിഞ്ഞു പോകുന്നത്. പക്ഷെ അത് എന്താണ് പ്രോപ്പർട്ടി എന്നറിയാൻ ആഗ്രഹമുണ്ട്. അടി കൊണ്ടൊന്നും തോന്നുന്നു എന്നുള്ളതല്ല, ആ പ്രോപ്പർട്ടി ചാട്ട എന്താണ് ആക്ച്വലി എന്താണത്? ചാട്ടവാർ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗെയിമിന്റെ ഒരു മെയിൻ ഫൺ പാർട്ടാണ്.